ഹായ് നമസ്കാരം ഏവർക്കും PSC ക്ലൈംബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠമാണ് വിസർജനം സമസ്ഥിതി പാലനത്തിന്. നമ്മുടെ ഈ ഒരു വീക്ക് 4ൽ 3 ചാപ്റ്റേഴ്സിലായിരുന്നു 9ാം ക്ലാസ്സിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ചാപ്റ്റർ 3, 4, 5. ഓക്കെ, അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സും വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. 9ാം ക്ലാസ്സിലെ എല്ലാ ബയോളജി ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാലും ഇതിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷകൾ നോക്കുന്ന സമയത്ത് 3ാം പാഠത്തിൽ നിന്നും 4ാം പാഠത്തിൽ നിന്നും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ക്ലാസ്സുകൾ കണ്ട് റിവൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് വിസർജനം സമസ്ഥിതി പാലനത്തിന്. അപ്പോൾ നമ്മൾ ഇതുവരെ എന്താണ് ആ ഒരു ദഹനവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. എങ്ങനെയാണ് രക്തത്തിലേക്ക് ഓരോന്ന് ആഗിരണം ചെയ്യുന്നത്, അതേപോലെ ഓക്സിജന്റെ സംവഹനം നടക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ. ഇനി എങ്ങനെയാണ് വിസർജനം സംഭവിക്കുന്നത്, അതിന് ഏതൊക്കെ അവയവങ്ങളാണുള്ളത്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കൊള്ളുക. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി കോശങ്ങളിൽ ധാരാളം ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ പലതും പഠിച്ച സമയത്ത് കണ്ടു അല്ലെ, ബൈ പ്രോഡക്ട്സുകളെ പറ്റിയൊക്കെ നമ്മൾ കണ്ടു. ഇവ നിശ്ചിത അളവിലും കൂടുതലാകുന്നത് ശരീരത്തിന് ഹാനികരമാണ്. അമിനോ ആസിഡുകളുടെയും ന്യൂക്ലിക് ആസിഡുകളുടെയും ഉപാപചയ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തങ്ങൾ ശ്വസന പ്രക്രിയയുടെ ഉപോൽപ്പന്നങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവയാണ് മനുഷ്യനിലെ പ്രധാന വിസർജ്യ വസ്തുക്കൾ. അപ്പോൾ എന്തൊക്കെയാണ് മനുഷ്യനിലെ പ്രധാന വിസർജ്യ വസ്തുക്കൾ? ഒന്ന് എന്താണ്? നൈട്രജൻ സംയുക്തങ്ങൾ. ഇത് എന്തിന്റെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്? അമിനോ ആസിഡുകളുടെയും ന്യൂക്ലിക് ആസിഡുകളുടെയും ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ശ്വസന പ്രക്രിയയുടെ സെല്ലുലാർ റെസ്പിറേഷന്റെ ഫലമായിട്ടുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ഇതൊക്കെയാണ് മനുഷ്യനിലെ പ്രധാന വിസർജ്യ വസ്തുക്കൾ. അപ്പോൾ ഇത്തരത്തിലുള്ള മാലിന്യങ്ങളെ എങ്ങനെയാണ് ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ, കോശങ്ങളിൽ ഉണ്ടാകുന്ന വിസർജ്യ വസ്തുക്കൾ എങ്ങനെയാണ് വിസർജന അവയവങ്ങളിൽ എത്തുന്നത്? അതിനൊരു ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോശത്തിൽ നിന്ന് ടിഷ്യൂ ദ്രവത്തിൽ എത്തുന്നു, അവിടെ നിന്ന് രക്തത്തിൽ എത്തുന്നു, രക്തത്തിൽ നിന്ന് വിസർജന അവയവങ്ങളിലേക്ക് എത്തുന്നു. അപ്പൊ ഏതൊക്കെയാണ് മനുഷ്യരിലെ വിസർജന അവയവങ്ങൾ? ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ത്വക്കുണ്ട്, ശ്വാസകോശമുണ്ട്, കരളുണ്ട്, വൃക്കയുണ്ട്. അപ്പോൾ ഓരോന്നും എന്തിനൊക്കെയാണ് പുറന്തള്ളുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾ ആ ഒരു കോളം നമ്മുടെ പാഠപുസ്തകത്തിൽ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല കേട്ടോ, പക്ഷെ നിങ്ങളൊന്ന് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി ത്വക്കിനെ പറ്റി പറയാം. ത്വക്ക് അല്ലെങ്കിൽ സ്കിന്ന്. ജലവും ലവണവും പുറന്തള്ളുക എന്നുള്ളതാണ് ത്വക്കിന്റെ ഫംഗ്ഷൻ. അപ്പോൾ ജലവും ലവണവും പുറന്തള്ളുന്നത് ത്വക്കാണ്. ദെൻ ശ്വാസകോശമാണ് നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു 4ാമത്തെ പാഠത്തിൽ. കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് പുറന്തള്ളുന്നത് അല്ലെ. ഇനി കരളാണെങ്കിലോ, കരള് യൂറിയ നിർമ്മാണമാണ്. അതായത് NH3 അമോണിയ എന്ന് പറയുന്നത് ഉണ്ടാവുന്ന ഒരു ബൈ പ്രോഡക്റ്റ് നമ്മുടെ ശരീരത്തിന് അത് കൂടുതലാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കും. സോ ഈ അമോണിയനെ യൂറിയ ആക്കി മാറ്റുന്നത് കരളാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ പാഠത്തിൽ പഠിക്കും കേട്ടോ. സോ കരള് യൂറിയ നിർമ്മാണമാണ്. ദെൻ വൃക്ക വരുന്നത് യൂറിയയും ജലവും പുറന്തള്ളുന്നു. ഓക്കെ, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നത് ശ്വാസകോശമാണ്, ജലവും ലവണവും പുറന്തള്ളുന്നത് ത്വക്കാണ്, യൂറിയ നിർമ്മാണം കരളാണ്, യൂറിയയും ജലവും പുറന്തള്ളുന്നത് വൃക്കയാണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇതൊക്കെ വിസർജന അവയവങ്ങളാണ്. ത്വക്ക്, ശ്വാസകോശം, കരള്, വൃക്ക, ഇതൊക്കെ വിസർജന അവയവങ്ങളുടെ ഗണത്തിൽ വരുന്നതാണെന്ന് കൂടെ ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തത് കരൾ എന്ന മാലിന്യ സംസ്കരണശാല. ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിൽ എത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് കരളാണ്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ താരതമ്യേന വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. സോ അമോണിയയെ യൂറിയയാക്കി മാറ്റുന്നത് കരളാണ്. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു ബോക്സിൽ കരുതലോടെ കരൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഞാനത് വായിക്കുന്നില്ല, കാരണം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ള ഒന്നും തന്നെ അവിടെ ഇല്ല കേട്ടോ. അങ്ങനെ ഉള്ള കോളംസ് ഒക്കെയാണ് നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിലൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു പോകുന്നത്. പിന്നെ നമുക്കിത് ഇങ്ങോട്ടേക്ക് വരാം. പ്രോട്ടീനുകളുടെ വിഘടന ഫലമായി അമിനോ ആസിഡുകൾ രൂപപ്പെടുന്നു. അപ്പോൾ എന്തിന്റെ വിഘടന ഫലമായിട്ടാണ് അമിനോ ആസിഡുകൾ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? പ്രോട്ടീനുകളുടെ. എന്തിന്റെയാണ്? പ്രോട്ടീനുകളുടെ വിഘടന ഫലമായിട്ട് എന്താ ഉണ്ടാവുന്നത്? പ്രോട്ടീനുകളുടെ വിഘടന ഫലമായിട്ട് അമിനോ ആസിഡുകൾ ഉണ്ടാവുന്നു. ഇവയുടെ ഉപാപചയ പ്രവർത്തന ഫലമായി നൈട്രജൻ അടങ്ങിയ പല ഉപോൽപ്പന്നങ്ങളും രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രോട്ടീനിന്റെ വിഘടന ഫലമായി അമിനോ ആസിഡുകൾ ഉണ്ടാവുന്നു. ഇത് ഉപാപചയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിന് ഫലമായിട്ട് നൈട്രജൻ അടങ്ങിയ പല ബൈ പ്രോഡക്റ്റുകളും രൂപപ്പെടുന്നുണ്ട്. ഇവയിൽ ഏറ്റവും ഹാനികരമായ ഒന്നാണ് അമോണിയ. നമ്മൾ പറഞ്ഞു അല്ലെ, NH3 അമോണിയാണ് ഇതിൽ ഏറ്റവും ഹാനികരമായിട്ടുള്ള ഒന്ന്. ഇത് ഉടൻ തന്നെ ശരീരത്തിൽ നിന്ന് നീക്കം
ചെയ്യപ്പെടേണ്ടതുണ്ട്. കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ രക്തത്തിലൂടെ കരളിലെത്തുന്നു. കരളിൽ വെച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് യൂറിയായി മാറുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? കോശങ്ങളിൽ ഈ ഒരു ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് രൂപപ്പെടുന്ന അമോണിയ രക്തത്തിലൂടെ എവിടെ ചെല്ലുന്നു? കരളിലെത്തുന്നു. കരളിൽ വെച്ച് ചില എൻസൈമുകളുടെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് ചേർന്ന് ഈ അമോണിയ എന്തായിട്ട് മാറുന്നു? യൂറിയ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ അമോണിയ യൂറിയ ആയിട്ട് മാറും, കരളിൽ വെച്ചാണ്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ഇവിടെ അതിന്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അമോണിയ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ജലം ചില എൻസൈമുകളുടെ പ്രസൻസിൽ എന്തായിട്ട് മാറി? യൂറിയ ആയിട്ട് മാറി. കണ്ടോ? അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്ക്. അപ്പൊ അമോണിയയുടെ രൂപപ്പെടൽ, യൂറിയയുടെ നിർമ്മാണം, വിഷവസ്തുക്കളും കരളും കണ്ട ആ പോയിന്റുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത്, യൂറിയ നിർമ്മാണത്തിന് കരൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കിയല്ലോ. ഇതുപോലെ മറ്റ് പല ജീവൽ പ്രവർത്തനങ്ങൾക്കും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇതിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നത് ആന്തര സമസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് CO2 എന്താണ് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അസിഡിറ്റി പോലെയുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ശരീരത്തിൽ നിന്ന് യഥാസമയം കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യണം? പുറന്തള്ളണം. ആരാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നത്? നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, ശ്വാസകോശമാണ്. ഓക്കെ, ഇനി അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവയും ശരീരത്തിൽ നിന്ന് പുറന്തള്ളേണ്ടതുണ്ട്. ഇവ ശരീരത്തിൽ നിന്നും ഏതെല്ലാം രൂപത്തിൽ നീക്കം ചെയ്യപ്പെടും? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജലവും ലവണവും ഒക്കെ വിയർപ്പിന്റെ രൂപത്തിൽ, സ്കിന്ന് അല്ലെ, ത്വക്കാണ് അതിനെ പുറന്തള്ളുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നോക്കാം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. അപ്പൊ ചോദിക്കാം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ്. ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. സോ ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. സ്വേദഗ്രന്ഥികളുടെ അടിഭാഗം രക്തലോമികകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗത്തു കൂടി രക്തം ഒഴുകുമ്പോൾ രക്തത്തിൽ നിന്നും ലവണങ്ങളും ജലവും സ്വേദഗ്രന്ഥിയിലേക്ക് പ്രവേശിക്കുന്നു. ഇത് വിയർപ്പ് തുള്ളികളായി ത്വക്കിന്റെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ശരീര താപനില ക്രമീകരിക്കലാണ് വിയർക്കലിന്റെ മുഖ്യ ലക്ഷ്യം. അപ്പം എങ്ങനെയാണ് ആ പ്രോസസ് എന്നൊന്ന് പറയുവാണ് കേട്ടോ. നമ്മൾ ഒന്ന് പറഞ്ഞു, ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് എന്നുള്ള ഒരു പോയിന്റ് പറഞ്ഞു. പിന്നെ നമ്മൾ പറയുവാണ്, ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ സ്വേദഗ്രന്ഥികളുടെ അടിഭാഗം രക്തലോമികകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ പിക്ചറിൽ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്വേദഗ്രന്ഥികളുടെ അടിഭാഗം എന്താണ്? രക്തലോമികകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗത്തു കൂടി എന്താണ്? രക്തം ഒഴുകുമ്പോൾ രക്തത്തിൽ നിന്ന് ലവണങ്ങളും ജലവും സ്വേദഗ്രന്ഥിയിലേക്ക് പ്രവേശിക്കും. ഇത് പിന്നീട് വിയർപ്പ് തുള്ളികളായി ത്വക്കിന്റെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോ ശരീര താപനില ക്രമീകരിക്കലാണ് ഈ ഒരു വിയർക്കലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി വിയർപ്പിലൂടെ വളരെ ചെറിയൊരളവ് മാലിന്യങ്ങൾ മാത്രമാണ് പുറന്തള്ളപ്പെടുന്നത്. ശരീരത്തിൽ നിന്നും യൂറിയയും ലവണങ്ങളും ജലവും പ്രധാനമായും പുറന്തള്ളുന്നത് മൂത്രത്തിലൂടെയാണ്. അപ്പോ ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത്, എങ്ങനെയാണ് മൂത്രത്തിലൂടെ ഈ യൂറിയയും ലവണങ്ങളും ജലവും ഒക്കെ പുറന്തള്ളുന്നത്? അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അവിടെ നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് വൃക്കകൾ. അപ്പോ വൃക്കകളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. വൃക്കകളാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം ഏത്? നമ്മൾ ഇന്ന് തന്നെ, അതായത് വൈകുന്നേരത്തോടു കൂടി ഈ ഒരു 3 ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട്. 5 മണിയാവുമ്പോൾ അത് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ വൃക്കകളെ പറ്റിയുള്ള ക്വസ്റ്റ്യനും അവിടെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ട. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മനുഷ്യനിലെ പ്രധാന വിസർജന അവയവമാണ് വൃക്ക എന്നുള്ളതാണ്. ബാക്കി യൂറിയ, വിറ്റാമിനുകൾ, ലവണങ്ങൾ, ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവയെ രക്തത്തിൽ നിന്ന് അരിച്ചുമാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന അവയവങ്ങളാണ് വൃക്കകൾ. അപ്പോൾ വൃക്കയാണ് ഈ പറഞ്ഞ ലവണങ്ങള്, യൂറിയ, വിറ്റാമിനുകൾ, ഇങ്ങനെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള പല പദാർത്ഥങ്ങളെയും എന്ത് ചെയ്യുന്നു? രക്തത്തിൽ നിന്ന് അരിച്ചുമാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളുന്നത്. അപ്പോ ഇനി നമുക്കിത് ഇവിടെ കൊടുത്തിട്ടുണ്ട് വൃക്കകളും അതിന്റെ അനുബന്ധ ഭാഗങ്ങളും. കണ്ടോ, വൃക്കാസിരയുണ്ട്,
പിന്നെ വൃക്കയുണ്ട്, അതായത് ഒരു ജോഡി വൃക്കകളാണ് മനുഷ്യനിലുള്ളത്, അതായത് രണ്ട് വൃക്കകളാണ് ഒരു ജോഡി എന്ന് പറയുന്നത്. പിന്നെ വൃക്കാധമനി, മൂത്രവാഹി, മൂത്രസഞ്ചി, മൂത്രനാളി. അപ്പൊ നമുക്ക് നോക്കാം, മനുഷ്യനിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത്. മനുഷ്യനിൽ എത്ര ജോഡി വൃക്കകളാണുള്ളത്? ഒരു ജോഡി. നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ പഠിച്ചിരുന്നു, മനുഷ്യനിൽ 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണുള്ളത് അല്ലെ. ഇങ്ങനെയുള്ള ആ ജോഡി എത്രയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ജോഡി വൃക്കകളാണ് മനുഷ്യനിലുള്ളത്. പയർ വിത്തിന്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലായാണ് കാണപ്പെടുന്നത്. അപ്പൊ ആ പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. എന്താണ്? ഉദരാശയത്തിൽ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഈ വൃക്കകൾ കാണപ്പെടുന്നത്. പിന്നെ പയർ വിത്തിന്റെ ആകൃതിയാണ് ഇവയ്ക്കുള്ളത്. അടുത്തത്, ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായി സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ വൃക്കയും ഉറപ്പും മാർദ്ദവവുമുള്ള ഒരു ആവരണത്താൽ പൊതിഞ്ഞിരിക്കുന്നു. മഹാധമനിയുടെ ശാഖയായ വൃക്കാധമനി വഴി ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം വൃക്കകളിൽ എത്തുന്നു. അപ്പോ വൃക്കകളില് രക്തം എത്തുന്നത് വൃക്കാധമനി വഴിയാണ് എന്നോർത്തേക്കുക. ഇനി മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം വൃക്കാസിര വഴി മഹാസിരയിലെത്തും. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ, ഈ ധമനിയെ സിരയെ പറ്റിയൊക്കെ നമ്മൾ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആ ഭാഗത്ത് കഴിഞ്ഞൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതായിരുന്നേ. ഇനി വൃക്കകളിൽ രൂപപ്പെടുന്ന മൂത്രം മൂത്രവാഹികൾ വഴി മൂത്രസഞ്ചിയിലെത്തുന്നു. അവിടെ നിന്നും മൂത്രനാളി വഴി പുറന്തള്ളുന്നു. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ പാർട്സിന്റെയും എന്താണ് ഉപയോഗം എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. മഹാധമനിയുടെ ശാഖയായിട്ടുള്ള വൃക്കാധമനി വഴിയാണ് ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം വൃക്കകളിൽ എത്തുന്നത്. പിന്നെ മാലിന്യങ്ങൾ അവിടെ വെച്ച് നീക്കം ചെയ്യപ്പെടുന്നു വൃക്കയിൽ വെച്ചിട്ട്. എന്നിട്ട് ആ രക്തം എന്ത് ചെയ്യുന്നു? വൃക്കാസിര വഴി മഹാസിരയിലേക്ക് എത്തുന്നു. ഓക്കെ, അങ്ങനെ വൃക്കകളിൽ രൂപപ്പെടുന്ന മൂത്രം മൂത്രവാഹികൾ വഴി മൂത്രസഞ്ചിയിലെത്തുന്നു. അവിടെ നിന്നും മൂത്രനാളി വഴി പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, വൃക്കകൾ രക്തത്തിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് എങ്ങനെയെന്നറിയാൻ വൃക്കയുടെ ആന്തര ഘടന മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ നോക്കാം, ഓരോ വൃക്കയുടെയും ഉൾവശത്ത് ഏതാണ്ട് 12 ലക്ഷത്തോളം സൂക്ഷ്മ അരിപ്പകളുണ്ട്. ഇവയാണ് നെഫ്രോണുകൾ. അപ്പോ ആ വൃക്കയുടെ ഉൾവശത്തുള്ള അരിപ്പകൾ പോലെയുള്ള സൂക്ഷ്മ അരിപ്പകൾ പോലെയുള്ള ആ സ്ട്രക്ചറെയാണ് നെഫ്രോണുകൾ എന്ന് വിളിക്കുന്നത്. അവിടെ നിന്ന് PSC ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ്? നെഫ്രോണുകളാണ്. അപ്പൊ നെഫ്രോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങളാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നോക്കിക്കേ, വൃക്കയുടെ ആന്തരഘടന നമ്മൾ പറഞ്ഞല്ലോ, ആ ഇന്റേണൽ സ്ട്രക്ചർ മനസ്സിലാക്കിയാലേ എങ്ങനെയാണ് ഇതിൽ നിന്ന് മാലിന്യങ്ങൾ പുറന്തള്ളുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കാം, വൃക്ക ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു നെഫ്രോൺ ആണ് ഇവിടെ എടുത്ത് കുറച്ചുകൂടെ ലാർജ് ആക്കി കാണിച്ചിട്ടുള്ളത്. പിന്നെ അതിന്റെ പാർട്സുകളും കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കിക്കേ, മെഡുല്ലയുണ്ട്, പിന്നെ പെൽവിസ്, വൃക്കയുടെ ഭാഗമായിട്ട് ഇവിടെ പെൽവിസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കോർട്ടെക്സ് എന്ന ഭാഗവും കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നിനെ പറ്റി നോക്കാം. ആദ്യം കോർട്ടെക്സ് വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യ ഭാഗമാണ്. നെഫ്രോണുകളുടെ അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നു. അപ്പോൾ ആ കോർട്ടെക്സ് ആണ് കേട്ടോ കുറച്ചുകൂടെ ഇവിടെ എൻലാർജ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് കോർട്ടെക്സ് എന്ന് പറയുന്നത് എന്താണ്? വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗമാണ്. നെഫ്രോണുകളുടെ അതിസൂക്ഷ്മമായിട്ടുള്ള അരിപ്പകൾ കാണപ്പെടുന്നത് കോർട്ടെക്സിലാണ്. അടുത്തതാണ് മെഡുല്ല. മെഡുല എന്ന് പറഞ്ഞാൽ വൃക്കയുടെ കടും നിറമുള്ള ആന്തരഭാഗമാണ്, ഒരു ഇന്റേണൽ ആയിട്ട് വരുന്ന പാർട്ടാണ്. നെഫ്രോണുകളുടെ നീണ്ട കുഴലുകൾ കാണപ്പെടുന്നത് ഈ മെഡുല്ലയിലാണ്. സോ നെഫ്രോണുകളുടെ അരിപ്പകൾ കാണപ്പെടുന്നത് കോർട്ടെക്സിലാണ്. നെഫ്രോണുകളുടെ നീണ്ട കുഴലുകൾ കാണപ്പെടുന്നത് മെഡുല്ലയിലാണ്. ഇനി പെൽവിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരിപ്പകളിൽ നിന്നും മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ് പെൽവിസ്. കണ്ടോ, പെൽവിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പെൽവിസ് എന്ന് പറയുന്നത് എന്താണ്? അരിപ്പകളിൽ നിന്നും മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് വൃക്കയുടെ ഒരു ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നോക്കാം, അടുത്തത് നമുക്ക് ഇവിടെ നെഫ്രോണിന്റെ ഘടന എടുത്തു കൊടുത്തിട്ടുണ്ട്. അതും ഓരോന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓരോ ഭാഗങ്ങളും. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് നെഫ്രോണെ പറ്റി ആ ഒരു എന്താണ് കോർട്ടെക്സ്, മെഡുല്ല, അതേപോലെ പെൽവിസ് ഒക്കെ പഠിച്ചു. ഈ നെഫ്രോണിന്റെ ഇന്റേണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കാം ഓരോന്നും. അതാണ് ബോമാൻസ് ക്യാപ്സൂള്. നെഫ്രോണിന്റെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലുള്ള ഭാഗം. ഭിത്തികൾക്കിടയിലുള്ള സ്ഥലമാണ് ക്യാപ്സുലാർ സ്പേസ്.
അപ്പോൾ ഇവിടെ നോക്കിയോളുക, ബോമാൻസ് ക്യാപ്സ്യൂൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചറും ഇതുകൂടെ ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു നമ്മുടെ വീഡിയോയുടെ റേഷ്യോ വെച്ചിട്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ പാഠപുസ്തകത്തിലെ ഈ ചാപ്റ്ററിൽ പിക്ചർ ഒന്ന് നോക്കുക കേട്ടോ. സോ എന്താ നമ്മൾ ബോമാൻസ് ക്യാപ്സ്യൂളെ പറ്റി പറഞ്ഞത്? അതായത് നെഫ്രോണിന്റെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലെയുള്ള ഭാഗമാണ് ഈ ഒരു ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഈ ഭിത്തികൾക്കിടയിലുള്ള സ്ഥലത്തിനെ നമ്മൾ ക്യാപ്സ്യുലാർ സ്പേസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് ഇഫറന്റ് വെസല്, പിന്നെ അതേപോലെ അഫറന്റ് വെസല്. ഇമ്പോർട്ടന്റ് ആണ്. ഈ ബോമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഴലാണ്. കണ്ടോ, ഈ ക്യാപ്സ്യൂൾ കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഴലിനെയാണ് നമ്മൾ ഇഫറന്റ് വെസൽ എന്ന് പറയുന്നത്. ബോമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഴലാണ് എന്ത്? ഇഫറന്റ് വെസൽ. അപ്പോൾ അഫറന്റ് വെസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖയാണ്. കണ്ടോ, അതാണ് അഫറന്റ് വെസൽ. സോ എന്താണ് ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പഠിച്ചു, ഇഫറന്റ് വെസലും അഫറന്റ് വെസലും പഠിച്ചു. ഇനി അടുത്തതാണ് ഗ്ലോമറൂലസ്. ഓക്കെ, അഫറന്റ് വെസൽ ബോമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ പ്രവേശിച്ച് സൂക്ഷ്മ ലോമികകളായി മാറുന്ന ആ ഭാഗത്തിനെയാണ് ഗ്ലോമറൂലസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഗ്ലോമറൂലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഫറന്റ് വെസല് ബോമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ പ്രവേശിച്ചിട്ട്, കണ്ടോ ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, ഇത് കണ്ടോ, ഇതേപോലെ സൂക്ഷ്മ ലോമികകളായിട്ട് മാറും. ഈ ഭാഗമാണ് ഗ്ലോമറൂലസ് എന്നറിയപ്പെടുന്നത്. അടുത്തതാണ് ബാഹ്യനളിക ലോമികാജാലം. ഇഫറന്റ് വെസലിന്റെ തുടർച്ചയായി വൃക്കാനാളികയ്ക്ക് ചുറ്റും കാണപ്പെടുന്ന രക്തലോമികളാണ്. കണ്ടോ, ഇത് ഈ കാണിച്ചിട്ടുള്ളതാണ് ബാഹ്യനളിക ലോമികാജാലം എന്ന് പറയുന്നത്. ഇത് എന്താണ്? ഈ ഇഫറന്റ് വെസലിന്റെ തുടർച്ചയായി, കണ്ടോ ഇഫറന്റ് വെസൽ ഇവിടെ കണ്ടോ, ഈ പിക്ചർ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇഫറന്റ് വെസൽ ഈ ഒരു ഭാഗമാണ് ഇങ്ങോട്ടേക്ക് കുറച്ചുകൂടി എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇഫറന്റ് വെസലിന്റെ തുടർച്ചയായി വൃക്കാനാളികയ്ക്ക് ചുറ്റും കാണപ്പെടുന്ന രക്തലോമികകളാണ് ബാഹ്യനളിക ലോമികാജാലം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് വൃക്കാനളിക. കണ്ടോ, ഇതാണ് വൃക്കാനളിക. ബോമാൻസ് ക്യാപ്സ്യൂളിനെയും ശേഖരണ നാളിയെയും ബന്ധിപ്പിക്കുന്ന ഒരു നീണ്ട കുഴലാണ് വൃക്കാനാളിക. ഇനി എന്താണ് ശേഖരണ നാളി? വൃക്കാനാളികകൾ വന്നു ചേരുന്ന ഭാഗമാണ് ശേഖരണ നാളി എന്നറിയപ്പെടുന്നത്. ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. മൂത്രം ശേഖരിച്ച് പെൽവിസിൽ എത്തിക്കുന്നതും ശേഖരണ നാളിയാണ്. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതിനെപ്പറ്റി ഇതുവരെ അങ്ങനെ പരീക്ഷയിൽ എടുത്ത് ചോദിച്ചിട്ടില്ല. കാര്യം കുറച്ചൊരു ഡെപ്തിലേക്ക് പോകുമ്പോഴുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിച്ചാൽ കുറച്ച് ടഫ് ആയിരിക്കും നമുക്ക്. സോ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി എങ്ങനെയാണ് മൂത്രം രൂപപ്പെടുന്നത് നോക്കാം. സൂക്ഷ്മ അരിക്കൽ, പുനരാകിരണവും സ്രവണവും ജലത്തിന്റെ ആകിരണം എന്നീ പ്രക്രിയകളിലൂടെയാണ് മൂത്രം രൂപപ്പെടുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂത്രം രൂപപ്പെടുന്നത് ഏതൊക്കെ പ്രക്രിയകളിലൂടെയാണ്? സൂക്ഷ്മ അരിക്കൽ, പുനരാകിരണവും സ്രവണവും ജലത്തിന്റെ ആകിരണം. അപ്പൊ അതിനെപ്പറ്റി ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഓരോന്ന് നോക്കാം. ആദ്യമാണ് സൂക്ഷ്മ അരിക്കൽ. രക്തം ഗ്ലോമറൂലസിലൂടെ ഒഴുകുമ്പോൾ അതിലെ സുഷിരങ്ങളിലൂടെ സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നു. അഫറന്റ് വെസലും ഇഫറന്റ് വെസലും തമ്മിലുള്ള വ്യാസവ്യത്യാസം ഗ്ലോമറൂലസിൽ സൃഷ്ടിക്കുന്ന ഉയർന്ന മർദ്ദം ഈ പ്രക്രിയയെ സഹായിക്കുന്നു. ഇതിന്റെ ഫലമായി രൂപം കൊള്ളുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ക്യാപ്സുലാർ സ്പേസിൽ ശേഖരിക്കുന്നു. അപ്പോൾ സൂക്ഷ്മ അരിക്കലിൽ എന്താ സംഭവിക്കുന്നത്? എന്താണ് രൂപം കൊള്ളുന്നത്? അവിടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് രൂപം കൊള്ളുന്നു. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ ബോമാൻസ് ക്യാപ്സ്യൂളിലുള്ള ആ ഒരു ക്യാപ്സുലാർ സ്പേസിലാണ് ശേഖരിച്ചു വെക്കുന്നത്. ഇനി അടുത്തതാണ് പുനരാകിരണവും സ്രവണവും. ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്കാനാളികയിലൂടെ ശേഖരണ നാളികയിലേക്ക് ഒഴുകുമ്പോൾ ആവശ്യ വസ്തുക്കൾ ബാഹ്യ നളിക ലോമിക ജാലത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നു. അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം നമ്മളിത് ഇവിടെ മുമ്പ് കണ്ടല്ലോ. കണ്ടോ ഇവിടെ ബാഹ്യ നളിക ലോമിക ജാലം കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫിൽട്രേറ്റ് വൃക്കാനാളികയിലൂടെ ശേഖരണ നാളികയിലേക്ക് ഒഴുകുന്ന സമയത്ത് ആവശ്യ വസ്തുക്കൾ മാത്രം ഈ ഒരു ബാഹ്യ നളിക ലോമികയിലേക്ക്
പുനരാകിരണം ചെയ്യപ്പെടുന്നു. ദെൻ സൂക്ഷ്മ അരിക്കലിന് ശേഷവും രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ ലോമികാജാലത്തിൽ നിന്ന് വൃക്കാനാളികയിലേക്ക് സ്രവിക്കപ്പെടുന്നു. അതാണ് ഈ പുനരാകിരണവും ശ്രവണവും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂക്കോസും അമിനോ ആസിഡും ഒക്കെ പൂർണ്ണമായി ആഗിരണം ചെയ്യുന്നുണ്ട്, എന്നാൽ പാർഷ്യലി മാത്രം ആഗിരണം ചെയ്യപ്പെടുന്ന അല്ലെ ഭാഗിക ആഗിരണം നടക്കുന്നതാണ് സോഡിയം അയോൺസ്, അതായത് Na+, അതേപോലെ K+, പൊട്ടാസ്യം അയോൺസ്, Ca2+, കാൽഷ്യം അയോൺസ്, ജലം, ഇതൊക്കെ ഭാഗികമായിട്ടാണ് ആഗിരണം നടക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, സൂക്ഷ്മ അരിക്കലിന് ശേഷവും ഈ ഒരു ഫിൽട്രേഷൻ നടന്നതിന് ശേഷവും രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ഇത്തരത്തിലുള്ള ഘടകങ്ങൾ ലോമികാജാലത്തിൽ നിന്ന് വൃക്കാനാളികയിലേക്ക് സ്രവിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ ആ ഒരു ശ്രവണം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചത്. അടുത്തതാണ് ജലത്തിന്റെ ആഗിരണം. ശേഖരണ നാളിയിൽ വെച്ച് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും അധികമുള്ള ജലം ആഗിരണം ചെയ്യപ്പെടുന്നു. ശേഷിക്കുന്ന ഭാഗമാണ് മൂത്രം. ഓക്കെ, അപ്പോൾ അതാണ് ഈ 3 സ്റ്റെപ്സിലൂടെയാണ് മൂത്രം രൂപപ്പെടുന്നത്. ഇനി മൂത്രത്തിലെ ഘടകങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെയും ഘടകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജലമുണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, അമിനോ ആസിഡുകളുണ്ട്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം അയോണുകൾ, വിറ്റാമിനുകളുണ്ട്, യൂറിയ ഉണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്, ക്രിയാറ്റിൻ ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെ ഘടകങ്ങളാണ്. ഇതിൽ ഏതൊക്കെയാണ് പൂർണ്ണമായിട്ട് ആഗിരണം ചെയ്യപ്പെടുന്നതും ഭാഗികമായിട്ട് ആഗിരണം ചെയ്യപ്പെടുന്നതും നമ്മൾ ഇവിടെ പറഞ്ഞു അല്ലെ? കണ്ടോ, ഇവിടെ നമ്മൾ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തതാണ് മൂത്രത്തിലെ ഘടകങ്ങൾ. എന്തൊക്കെയാണ്? ജലം 96% ജലമുണ്ട്, യൂറിയ 2%, പിന്നെ സോഡിയം ക്ലോറൈഡ് ഉണ്ട്, പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്, കാൽസ്യം ലവണങ്ങളുണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്, ക്രിയാറ്റിൻ ഉണ്ട്. ഇതൊക്കെ ഈ ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ ഒക്കെ ഏകദേശം 2% ആണുള്ളത്. സോ ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ എന്നുള്ളതൊന്ന് ഓർത്തു വെച്ചേക്കുക കേട്ടോ. ഇനി അടുത്തത് ഇവിടെ നോക്കാം. മൂത്രം വൃക്കയിൽ നിന്ന് മൂത്രവാഹി വഴി മൂത്രസഞ്ചിയിലെത്തി താൽക്കാലികമായി സംഭരിക്കപ്പെടുന്നു. അത് നിറയുന്നതനുസരിച്ച് മൂത്രനാളി വഴി പുറന്തള്ളപ്പെടുന്നു. മൂത്രമൊഴിക്കുമ്പോൾ മൂത്രപഥത്തിലെ രോഗാണുക്കളെ കഴുകിക്കളയുക എന്ന പ്രവർത്തനം കൂടി നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ആഗിരണമൊക്കെ കഴിഞ്ഞ് എന്താണ് പിന്നെ ബാക്കി അവശേഷിക്കുന്ന നമുക്ക് ആവശ്യമില്ലാത്ത ആ ഒരു മൂത്രം എന്ത് ചെയ്യുന്നു? വൃക്കയിൽ നിന്ന് മൂത്രവാഹി വഴി മൂത്രസഞ്ചിയിലെത്തി താൽക്കാലികമായി സംഭരിക്കപ്പെടും. പിന്നെ അത് നിറയുന്നതനുസരിച്ചാണ് മൂത്രനാളി വഴി അത് പുറന്തള്ളപ്പെടുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് നോക്കുക. ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നാൽ മൂത്രപഥത്തിലും മൂത്രാശയത്തിലും ഉണ്ടാകാനിടയുള്ള ബാക്ടീരിയകളെ പുറന്തള്ളാനുള്ള സാധ്യത തടയപ്പെടും. ഇത് മൂത്രാശയത്തിന്റെ ആന്തരസ്തരത്തിൽ അണുബാധ ഉണ്ടാക്കും. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് മൂത്രപഥത്തിലെ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതൽ. അപ്പൊ അതും കൂടി ഒന്ന് ജസ്റ്റ് ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ഇവിടെ തൊട്ടാണ് വൃക്കകളും ആന്തര സമസ്ഥിതി പാലനവും. ശരീരദ്രവങ്ങളുടെ ഗാഢത പരിപാലിക്കുന്നതിൽ വൃക്കകൾക്ക് വലിയ പങ്കുണ്ട്. ഇവ രക്തത്തിലെ ജലത്തിന്റെയും ലവണങ്ങളുടെയും അളവ്, pH എന്നിവ ക്രമീകരിക്കുന്നു. അപ്പം ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ഈ വൃക്കകള് എന്താണ്? രക്തത്തിലെ ജലത്തിന്റെയും ലവണത്തിന്റെയും അതേപോലെ അളവ് ക്രമീകരിക്കുന്നുണ്ട്. അതേപോലെ ഇവരുടെ pHും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ ഇതുവരെ വൃക്കകളുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, വൃക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? മാലിന്യങ്ങളുടെ പുറന്തള്ളൽ ഫംഗ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. ജലസന്തുലനം, ലവണ സന്തുലനം, pH ക്രമീകരണം. അപ്പോൾ അവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ആ വൃക്കയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പിന്നെ അത് ജസ്റ്റ് ഒരു സൈക്ലിക് പ്രോസസ്സ് പോലെ എങ്ങനെയാണ് ആന്തര സമസ്ഥിതി പാലനം നടക്കുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അടുത്തതാണ് വൃക്ക രോഗങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 3 രോഗങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. നെഫ്രൈറ്റിസ് ഉണ്ട്, പിന്നെ വൃക്കയിലെ കല്ലുണ്ട്, അതേപോലെ യുറീമിയ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം നെഫ്രൈറ്റിസ് ആണ്. അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കമാണ്. അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ് എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ലക്ഷണം എന്താണ്? കലങ്ങിയതും കടും നിറത്തോടു കൂടിയതുമായ മൂത്രം, അതേപോലെ പുറം വേദന, പനി, മുഖത്തും കണങ്കാലിനും വീക്കം. അപ്പൊ ഇതൊക്കെയാണ് നെഫ്രൈറ്റിസിന്റെ സിംറ്റംസ്. എന്തൊക്കെയാണ്? കലങ്ങിയതും കടും നിറത്തോടു കൂടിയതായിട്ടുള്ള മൂത്രം, പിന്നെ പുറം വേദന, പനി, മുഖത്തും കണങ്കാലിലും ഒക്കെ വീക്കം. കാരണം എന്താണ്? അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാവുന്ന വീക്കമാണ്. അടുത്തതാണ് വൃക്കയിലെ കല്ല്. ഇതെന്താണ്? വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ, ഏതിന്റെ ലവണങ്ങളാണ്? കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടിയാൽ ഉണ്ടാകുന്ന അസുഖമാണ് വൃക്കയിലെ കല്ലെന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ അടിവയറ്റിൽ വേദന, മൂത്രതടസ്സം, തലകറക്കം,
ഛർദിയൊക്കെയാണ്. സോ വൃക്കയിലെ കല്ല് വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ അടിഞ്ഞുകൂടുന്നത് മൂലം ഉണ്ടാവുന്നതാണ്. അടുത്തതാണ് യുറീമിയ. പലതരം വൃക്ക രോഗങ്ങൾ, നെഫ്രൈറ്റിസ്, പ്രമേഹം, രക്താതിമർദ്ദം, അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഏത്? യുറീമിയ. അപ്പൊ യുറീമിയയിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് നെഫ്രൈറ്റിസ് എന്ന അസുഖമുള്ളത്, പ്രമേഹമുള്ളത്, അതേപോലെ രക്താതിമർദ്ദം, ഹൈ പ്രഷർ ഉള്ളതും, അതേപോലെ മറ്റ് വൃക്ക രോഗങ്ങളൊക്കെ ഉള്ളത് യുറീമിയയിലേക്ക് നയിക്കും. ഇതിന് ഭാഗമായിട്ട് വിളർച്ച, ശരീരഭാഗം കുറയുക, തലകറക്കം, ശ്വാസതടസ്സം, വയറിളക്കം, മൂത്രോത്പാദനം ക്രമേണ നിലയ്ക്കുന്നു. ഇതൊക്കെയാണ് യുറീമിയയുടെ ലക്ഷണങ്ങൾ. സോ ഈ 3 അസുഖങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്നും എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നുള്ളതും പഠിച്ചു വെച്ചേക്കാം. അടുത്തതാണ് ഹീമോഡയാലിസിസ്. നോക്കാം. വൃക്കകൾ തകരാറിലാകുന്ന അവസ്ഥയിൽ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഹീമോഡയാലിസിസ്. അപ്പോൾ എന്താണ്? ഒരാളുടെ വൃക്കയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വൃക്കകൾ തകരാറിലാവുമ്പോൾ അതെന്താണ്? കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട്, അദ്ദേഹത്തിന്റെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഹീമോഡയാലിസിസ്. അപ്പോൾ ഹീമോഡയാലിസിന്റെ ഘട്ടങ്ങൾ ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇവിടെ നോക്കിക്കേ, കൃത്രിമ വൃക്ക. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ഡച്ച് ഡോക്ടറായ വില്യം ജോഹാൻ കോഫ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ആരാണ്? വില്യം ജോഹാൻ കോഫ് ആണ്. ഓക്കെ, ഓർത്ത് വെച്ചോണം. ഇനി ഹീമോഡയാലിസിന്റെ സ്റ്റെപ്സിലേക്ക് വരാവേ. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്. ധമനിയിൽ നിന്ന് മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിന് ഹെപ്പാരിൻ ചേർക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. രക്തം കട്ട പിടിക്കുന്നത് തടയാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ഹെപ്പാരിൻ ആണ്. സോ ധമനിയിൽ നിന്ന് മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം എന്ത് ചെയ്യുന്നു? ഈ ഒരു ഡയാലിസിസ് മെഷീനിലേക്ക് കടത്തിവിടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഹെപ്പാരിനും കൂടി ആഡ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡയാലിസിസ് യൂണിറ്റിലൂടെ രക്തം ഒഴുകുമ്പോൾ രക്തത്തിലെ മാലിന്യങ്ങൾ ഡിഫ്യൂഷനിലൂടെ ഡയാലിസിസ് ദ്രാവകത്തിലേക്ക് വ്യാപിക്കുന്നു. നമ്മൾ ഡിഫ്യൂഷനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ആ വ്യാപനം വരുന്നത് എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഇനി അടുത്തത് മൂന്നാമത്തത് അങ്ങനെ എന്ത് ചെയ്യുന്നു? രക്തം എന്ത് ചെയ്യുന്നു? പ്യൂരിഫൈ ചെയ്യുന്നു അല്ലെ. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട രക്തം തിരികെ എന്ത് ചെയ്യുന്നു? സിരകളിലേക്ക് കടത്തിവിടുന്നു. സോ ഇതാണ് 3 പ്രധാനപ്പെട്ട സ്റ്റെപ്സ്. ഹീമോഡയാലിസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള 3 പ്രധാനപ്പെട്ട സ്റ്റെപ്സ്. ഓക്കെ, ഇനി അടുത്തത് വൃക്ക മാറ്റിവെക്കൽ നോക്കാം. രക്തം ശുദ്ധീകരിക്കുന്നതിന് ആരോഗ്യമുള്ള ഒരു വൃക്ക മതിയാവും. എന്നാൽ ഒരു വ്യക്തിയുടെ 2 വൃക്കകളും പൂർണ്ണമായി തകരാറിലാകുമ്പോൾ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി മറ്റൊരാളിൽ നിന്നും പ്രവർത്തനക്ഷമമായ ഒരു വൃക്ക സ്വീകരിക്കേണ്ടി വരും. അപ്പം 2 വൃക്കകൾക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് അവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഒന്ന് ഈ ഒരു ബോക്സ് മാത്രം നോക്കിയേക്കുക. അതായത് വൃക്ക മാറ്റി വെക്കുമ്പോൾ പ്രവർത്തനരഹിതമായ വൃക്കകൾ നീക്കം ചെയ്യുന്നില്ല. പകരം പുതിയ വൃക്ക പഴയ വൃക്കയുടെ ചുവടെ സ്വീകർത്താവിന്റെ വൃക്കാധമനിയുമായി വൃക്കാസിരയുമായി ബന്ധിപ്പിക്കുന്നു. പുതിയ വൃക്കയുടെ മൂത്രവാഹി സ്വീകർത്താവിന്റെ മൂത്രസഞ്ചിയുമായി ബന്ധിപ്പിക്കുന്നു. ഡോക്ടർ ജോസഫ് ഇമുറെ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. അപ്പൊ ആ പേര് മാത്രം, അദ്ദേഹത്തിന്റെ പേരെന്ന് ഓർത്തു വെച്ചേക്കുക. ഡോക്ടർ ജോസഫ് ഇമുറയാണ് ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ഓർത്തു വെക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് വിസർജനം മറ്റ് ജീവികളിൽ. എങ്ങനെയാണ് മറ്റ് ജീവികളിൽ വിസർജനം നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. ആ ഭാഗത്തുനിന്നും ഒക്കെ പരീക്ഷകളിൽ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് അമീബയുടെ കാര്യം നോക്കാം. പ്രത്യേക വിസർജന അവയവങ്ങളൊന്നും അമീബയ്ക്കില്ല. അമോണിയ, കോശത്തിൽ അധികമായെത്തുന്ന ജലം എന്നിവ സങ്കോച ഫേനങ്ങൾ വഴിയാണ് അമീബ പുറന്തള്ളുന്നത്. അപ്പൊ പ്രത്യേക ഒരു വിസർജനാവയവം അമീബയ്ക്കില്ല. അമോണിയ, അതേപോലെ കോശത്തിൽ അധികമായി എത്തുന്ന ജലമൊക്കെ സങ്കോച ഫേനങ്ങൾ വഴിയാണ് അമീബ പുറന്തള്ളുന്നത്. ഷഡ്പദങ്ങളാണെങ്കിൽ വിസർജന അവയവങ്ങളാണ് മാൽഫീജിയൻ നളികകൾ. എന്താണ്? മാൽഫീജിയൻ നളികകൾ ഇമ്പോർട്ടന്റ് ആണ്. മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ആണ് ഷഡ്പദങ്ങളിലെ വിസർജനാവയം. അന്നപഥത്തോട് ബന്ധപ്പെട്ട് കാണുന്ന ഇവ ശരീരദ്രവത്തിൽ നിന്നും യൂറിക് ആസിഡ് പോലുള്ള മാലിന്യങ്ങളെ വേർതിരിച്ച് ദഹനാവശിഷ്ടങ്ങൾക്കൊപ്പം പുറന്തള്ളുന്നു. സോ ഷഡ്പദങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? യൂറിക് ആസിഡ് പോലുള്ള മാലിന്യങ്ങളെ വേർതിരിച്ച് ദഹനാവശിഷ്ടങ്ങൾക്കൊപ്പം പുറന്തള്ളുകയാണ് മാൽപീജിയൻ നാളികകൾ ചെയ്യുന്നത്. അടുത്തത് മണ്ണിര. മണ്ണിരയില് നെഫ്രീഡിയകളാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. മണ്ണിരയുടെ വിസർജന അവയവം ഏതാണ്? നെഫ്രീഡിയകളാണ്. ശരീര അറയിൽ നിന്നും യൂറിയ, അമോണിയ, ജലം തുടങ്ങിയ വിസർജ്യ വസ്തുക്കൾ വേർതിരിച്ച് ശരീരോപരിതലത്തിലെ സുഷിരങ്ങൾ വഴി പുറന്തള്ളുകയാണ് മണ്ണിര ചെയ്യുന്നത്. അടുത്തത്
മത്സ്യങ്ങൾ പ്രധാന വിസർജന വസ്തുവായ അമോണിയ വൃക്കകളിലൂടെ നേരിട്ട് ജലത്തിലേക്ക് വിസർജിക്കുകയാണ് മത്സ്യങ്ങൾ ചെയ്യുന്നത്. സോ മത്സ്യങ്ങളിലെ പ്രധാന വിസർജ്യ വസ്തു ഏതാണ്? അമോണിയാണ്. ഇത് വൃക്കകളിലൂടെ നേരിട്ട് ജലത്തിലേക്ക് വിസർജിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ തവളയെ സംബന്ധിച്ചിടത്തോളം വൃക്കകൾ തന്നെയാണ് വിസർജനാവയവങ്ങൾ. യൂറിയ അടക്കമുള്ള മാലിന്യങ്ങൾ അരിച്ചുമാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളുന്നത് ആണ് തവളയിൽ നടക്കുന്ന ആ ഒരു വിസർജന വ്യവസ്ഥ. അടുത്തത് ഉരകങ്ങളും പക്ഷികളും. അവിടെയും എന്താണ്? വൃക്കകളാണ് വിസർജനാവയവങ്ങൾ. ഇവ മുഖ്യ വിസർജന വസ്തുവായ യൂറിക് ആസിഡിനെ അരിച്ചുമാറ്റി ദഹനാവശിഷ്ടങ്ങൾക്കൊപ്പം പുറന്തള്ളുന്നു. സോ ഉരകങ്ങളിലും പക്ഷികളിലും എന്താണ്? വൃക്കകൾ തന്നെയാണ് വിസർജനാവയവം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മറ്റ് പല ജീവികളിലും വിസർജനം നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കോളം വിസർജനാവയവും വിസർജ്യാവസ്തു എന്തൊക്കെയാണെന്ന് കൊടുക്കുക. നിങ്ങളൊന്ന് ആ ഒരു പഠിച്ചു കഴിയുമ്പോഴത്തേക്കും തന്നെ കിട്ടുന്ന കാര്യമാണ്. വേണമെങ്കിൽ അതൊരു ടേബിൾ പോലെ നിങ്ങളുടെ ഒരു നോട്ടിലേക്ക് ആക്കി വെച്ചേക്കുക കേട്ടോ. അടുത്തത് സസ്യങ്ങൾ വിസർജിക്കുന്നുണ്ടോ നോക്കാം. വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളാനുള്ള മാർഗങ്ങൾ സസ്യങ്ങളിലുമുണ്ട്. എന്നാൽ സസ്യങ്ങളിൽ ജന്തുക്കളെ പോലെ പ്രത്യേക വിസർജന വ്യവസ്ഥ നിലവിലില്ല. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എന്താണ്, ജന്തുക്കളെ പോലെ ഒരു പ്രത്യേക വിസർജന വ്യവസ്ഥയൊന്നും സസ്യങ്ങളിൽ ഇല്ല. പക്ഷെ എന്താണ്, വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളാനുള്ള ചില മാർഗങ്ങൾ സസ്യങ്ങളിലുമുണ്ട്. ഓക്കെ, അപ്പം അതിനെപ്പറ്റി നമുക്കിവിടെ നോക്കാം. ജന്തുക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജീവൽ പ്രവർത്തനങ്ങളുടെ നിരക്ക് സസ്യങ്ങളിൽ എന്താണ്? കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിസർജ്യങ്ങളുടെ അളവ് എന്താണ്? സസ്യങ്ങളിൽ വളരെ കുറവാണെന്നൊന്ന് ഓർത്തേക്കുക. സസ്യങ്ങളിലെ പ്രധാന വിസർജ്യ വസ്തുക്കൾ ഏതൊക്കെ? ഇവിടെ നോക്കാം. ആസ്യരന്ധ്രം, ലെൻറ്റിസൽ, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉപോൽപ്പന്നമായ ഓക്സിജൻ, ശ്വസനത്തിന്റെ ഉപോൽപ്പന്നങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവയൊക്കെ പുറന്തള്ളുന്നത് ഈ ആസ്യരന്ധ്രം വഴിയും ലെൻറ്റിസൽ വഴിയുമാണ്. നമ്മൾ കാണ്ഡത്തിലാണ് ലെൻറ്റിസൽ വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് ഹൈഡത്തോട്. പുൽവർഗ സസ്യങ്ങളിലും ചില കുറ്റിച്ചെടികളിലും ഇലയുടെ അഗ്രഭാഗത്തുള്ള സുഷിരങ്ങളായ ഹൈഡോത്തോടുകളിൽ കൂടി അധിക ജലം പുറന്തള്ളുന്നുണ്ട്. പിന്നെ അടുത്തത് കാതൽ രൂപീകരണം. ചില വിസർജ്യ വസ്തുക്കൾ സസ്യകാണ്ഡത്തിന്റെ മധ്യത്തിലുള്ള പ്രായം ചെന്ന സൈലം കുഴലുകളിൽ വന്നടിഞ്ഞ് കാതൽ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. സോ ആസ്യരന്ധ്രം, ലെൻറ്റിസൽ വഴി എന്താണ് സസ്യങ്ങളിൽ വിസർജനം നടക്കുന്നുണ്ട്. ഇനി പുൽവർഗ സസ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഹൈഡത്തോട് വഴിയാണ് വിസർജനം നടക്കുന്നത്. അതായത് എന്താണ് ഹൈഡത്തോട് എന്ന് പറഞ്ഞാൽ? ഇലകളുടെ അഗ്രഭാഗത്തുള്ള ചെറിയ സുഷിരങ്ങളാണ്. പിന്നെ കാതൽ രൂപീകരണം വഴി വിസർജനം നടക്കുന്നുണ്ട്. പിന്നെ എന്താണ് നമുക്കൊക്കെ അറിയാവുന്ന ഇല കൊഴിയൽ, അല്ലെ? ഇലകൾ വളർച്ചയെത്തി കൊഴിയാറാകുമ്പോൾ തന്നെ സസ്യങ്ങൾ ആവശ്യമായ ഘടകങ്ങൾ അവയിൽ നിന്ന് തിരിച്ചെടുത്ത് കൊഴിയുന്ന ഇലകളിൽ വിസർജ്യ വസ്തുക്കളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെയാണ് സസ്യങ്ങളിൽ വിസർജനം നടക്കുന്നത്. സോ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ടുണ്ട്. സോ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.